നമസ്കാരം ഗൈസ്, വീണ്ടും ഒരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിയമസഭാ ഇലക്ഷൻ്റെ കാര്യങ്ങൾ പൊടി പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ഫേസ്ബുക്കിൽ ഓരോ കാര്യങ്ങളിടുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ വായിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് കാണാം. അതായത് ഒന്നെന്ന് പറയുന്നത് സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കുന്ന ഒരു വിഭാഗം, ഇത്ര ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാലറി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കണം. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൽ നിന്ന് ആനുകൂല്യം പറ്റി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. രണ്ട് കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ ആൾക്കാർക്ക്, അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓരോ സർക്കാർ വന്നാലും ഒരു ഇത്ര ശതമാനം ഫണ്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനായിട്ട് അവർ ഉപയോഗിക്കും. അതായത് സാധാരണക്കാർക്ക് വീട് വയ്ക്കാൻ, കക്കൂസ് പണിയാൻ, ചികിത്സാ സഹായം, അതിൻ്റെ ഒന്നാണ് ഗവൺമെൻറ് പാലിയേറ്റീവ് കെയർ, അതുപോലെ തന്നെ വയോമിത്രം പദ്ധതി, വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാരെ അവരുടെ ട്രീറ്റ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പദ്ധതി. അങ്ങനെ വിവിധതരം പദ്ധതികൾ അത് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ചെയ്യുന്ന പദ്ധതികളാണ്. ഇത് ചിലത് സംസ്ഥാനവും കേന്ദ്രവും സംയുക്തമായി ചെയ്യുന്ന ഭവന പദ്ധതികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ടോട്ടൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കൂടാതെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിനായിട്ടൊരു ഫണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊരു കലാമിറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു നാശനഷ്ടം, ഒരു വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ ഒരു മലയിടിച്ചിൽ, ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടൊരു ഫണ്ട്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞിടെ നമുക്ക് പറയാം, നമ്മുടെ വയനാട്ടിൽ ദുരന്തം ഉണ്ടായ സമയത്ത് ചുരൽമലയിലെ ദുരന്തമാണ് ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് നമുക്ക് കേരളത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ കേരളത്തിലെ ജനങ്ങൾ, വിവിധ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾ, ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഫണ്ട് കൊടുത്തു. ഏകദേശം 877 കോടി രൂപയോളം കിട്ടി. അതിനുശേഷം 2 വർഷമായപ്പോഴാണ് സർക്കാർ അത് ടൗൺഷിപ്പിൻ്റെ വർക്കുകൾ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോഴും യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറേ കാലം ഫണ്ട് അനക്കാതെ വെച്ചിരുന്നു. എന്നാൽ ഇമ്മീഡിയറ്റ് റിലീഫായിട്ട് കേന്ദ്ര സർക്കാർ ഒരു 145 കോടി രൂപ കേരള സർക്കാരിന് കിട്ടുകയും ആർമിയുടെയും സപ്പോർട്ടും ഹെലികോപ്റ്റർ ഉൾപ്പെടെ മറ്റ് ബാഹ്യ സപ്പോർട്ടുകളൊക്കെ കേന്ദ്ര സർക്കാരിന് കിട്ടി. ഏകദേശം ഒരു 520 കോടി രൂപയോളം പലിശരഹിത ലോണായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്നാൽ കേരള സർക്കാർ 2000 കോടി രൂപയാണ് ചോദിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ രാഷ്ട്രീയമായ ഭിന്നത ഉള്ളതുകൊണ്ട് അത് കുറേ കാലം ഡിലേ വന്നു, ഈ ഒരു ടൗൺഷിപ്പ് കംപ്ലീറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന്. അന്ന് ആ സമയങ്ങളിലൊക്കെ ഞാൻ ഉൾപ്പെടെ പല ആളുകളും സോഷ്യൽ മീഡിയ വഴി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് LDF ഇത് ചെയ്യാത്തത്, ആ ഫണ്ട് എവിടെ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. ഇന്ന് ആ ചോദ്യമാണ് LDF UDFനോട് ചോദിക്കുന്നത്, ഫണ്ട് എവിടെ? കോൺഗ്രസ്സിനാണോ ജനങ്ങൾ ഫണ്ട് കൊടുത്തത്? ജനങ്ങൾ ഫണ്ട് കൊടുത്ത് LDF സർക്കാരിനാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരാണ് LDF സർക്കാർ. ആദ്യത്തെ 5 വർഷം നല്ല ഭരണമായിരുന്നു. നിപ്പ ഉണ്ടായിരുന്ന സമയത്ത്, അതുപോലെ തന്നെ കൊറോണ വന്ന സമയത്ത്, വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഒക്കെ ജനങ്ങൾ സർക്കാരിനോട് കൂടെ നിന്നു. നല്ല രീതിയിൽ സർക്കാർ ജനങ്ങളും ഒത്തൊരുമിച്ച് അതിൽ നിന്നൊക്കെ കരകയറി വന്നു. എന്നാൽ വീണ്ടും ഒരു 5 വർഷം കൂടെ കിട്ടിയപ്പോൾ നല്ല ഭരണമായതുകൊണ്ടാണ് വീണ്ടും എന്ത് ചെയ്ത് ജനങ്ങൾ LDFനെ സെലക്ട് ചെയ്ത് വീണ്ടും ഭരണത്തിൽ ഇരുത്തിയത്. എന്നാൽ രണ്ടാമത് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ സ്വഭാവ രീതികളൊക്കെ മാറി. പിന്നീട് ഇവർ പറയുന്നത്, നമ്മൾ ഈ കൊടുക്കുന്നത്, അതായത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് വീട് കൊടുക്കുന്നതും അവർക്ക് പെൻഷൻ കൊടുക്കുന്നതും ഒക്കെ ഇവരുടെ ഒരു ഔദാര്യം പോലെയായി. എന്ന് പറഞ്ഞാൽ ഭരണത്തിൻ്റെ രീതി മാറി. മുണ്ടക്കൈ ദുരന്തത്തിൽ ജനങ്ങൾ കൊടുത്ത ഫണ്ട് കയ്യിലിട്ടിട്ട് കേന്ദ്ര സർക്കാർ ഫണ്ട് തന്നാലേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ള നിലപാടിൽ വൈകിച്ചതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം സംഭവിച്ചത്. എന്നാൽ ഇന്നും ജനങ്ങൾ ഇതുവരെ പാർപ്പിട സമുച്ചയങ്ങൾ പണിയുന്നുണ്ടെങ്കിൽ പോലും ഒരു വീട് പോലും വാസയോഗ്യമായിട്ടില്ല. അതിനി സമയമെടുക്കും. അതോ ടെൻഡർ ഒന്നുമില്ലാതെ തന്നെ ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനിയെ ഇവരെ ഡയറക്റ്റ് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അതായത് ഇവർ വേറെ കമ്പനികളുമായിട്ടൊന്നും ആലോചിക്കാതെ, അല്ലെങ്കിൽ പ്രതിപക്ഷമായിട്ടും ആലോചിക്കാതെ ഒന്നും ഇവർ തന്നെ ഇഷ്ടമുള്ളൊരു കമ്പനിയെ 299 കോടി രൂപയ്ക്ക് ഇവർ ഈ ഒരു പദ്ധതി ഏൽപ്പിക്കുകയാണ് ചെയ്തത്. എന്നാലും നമ്മുടെ കണക്കനുസരിച്ച് 877 കോടി പ്ലസ് 145 കോടി രൂപ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, കൂടാതെ 520 കോടിയോളം പലിശരഹിത ലോൺ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിലധികം ഫണ്ട് ഈ ഒരു വയനാടുള്ള ജനങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടും അത് ചെയ്യാൻ ഈ സർക്കാരിന് സാധിച്ചില്ല. എന്നിട്ട് ഈ സർക്കാർ ഇപ്പോൾ ചോദിക്കുന്നത്, ഫണ്ട് എവിടെ? കോൺഗ്രസ് ആണോ ഇവർക്ക് ഫണ്ട് കൊടുക്കേണ്ടത്? അല്ല, കോൺഗ്രസ് പല രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഓഫർ കൊടുത്തു.
മുസ്ലിം ലീഗ് കൊടുത്തു, കോൺഗ്രസ് കൊടുത്തു, വ്യക്തികളായിട്ടുള്ള ആളുകൾ ഓഫർ കൊടുത്തു, ചില ട്രസ്റ്റുകൾ വന്ന് ഓഫർ കൊടുത്തു, പലരും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പ്ലാനിൽ ഗവൺമെൻറ് കിട്ടിയിരിക്കുന്ന ഫണ്ട് വെച്ചിട്ട് അത് പ്രോപ്പറായിട്ട് വിനിയോഗിക്കാൻ പറ്റാത്ത കഴിവുകൾ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ആളുകളോട് എന്ത് ചെയ്യുന്നത് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് തരത്തിലുള്ള ഇതിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്നത് മുഴുവൻ ജനങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഈ സർക്കാരിൻ്റെ ആനുകൂല്യം മേടിക്കുന്ന ആൾക്കാർ. ഇതുകൊണ്ട് ഔദാര്യം കിട്ടുന്നതാണ്, ഇവരിരുന്നാലേ ഇത് കിട്ടത്തുള്ളൂ, വേറെ ഒരു രാഷ്ട്രീയ പാർട്ടി വന്നാൽ ഇത് കിട്ടത്തില്ല എന്നുള്ള ഒരു ചിന്തയാണ്. കാരണം അങ്ങനെ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിനെ ഈ രാഷ്ട്രീയ പാർട്ടി ജനങ്ങളിലേക്ക് ധരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾക്ക് ഒരു വീട് വേണമെങ്കിൽ പഞ്ചായത്തിൽ കയറി ഒരു വീടിന് അപേക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ റെക്കോസിന് അപേക്ഷിക്കുമ്പോൾ അവിടെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ജനങ്ങളിലേക്ക്. അതായത് ഇവരെ നമ്പി നിന്നാലേ നമുക്കിത് കിട്ടത്തുള്ളൂ. അതൊന്നുമല്ല, രാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്ക് ആളുകളെ സാധാരണക്കാരെ കൈപിടിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പല പല സ്കീമുകളാണ്. ആ സ്കീമുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എന്ന് പറയാൻ പഞ്ചായത്ത് ത്രൂ, മെമ്പർ ത്രൂ ഒക്കെയാണിത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. അപ്പം ഇതൊന്നും ഒരു ഔദാര്യമല്ല. അങ്ങനെ എന്തെങ്കിലും തന്നിട്ട്, അതാണ് MM മണി പറഞ്ഞത്, പെൻഷൻ മേടിച്ച് തിന്ന് പുട്ടടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വോട്ട് കുത്തിയില്ല, തിരിച്ച് വോട്ട് കുത്തി എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഇവരിത് ചെയ്യുന്നത് നല്ല ഭരണമാണെങ്കിൽ കേരളത്തിൽ ജനങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, അവർ ഒന്നിറങ്ങി നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യും. എന്നാൽ മോശമായ രീതിയിലുള്ള ഭരണം ആണ് ഇപ്പോൾ നിലവിൽ ഇവർ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇവർ പല കാര്യങ്ങളും ഇവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പരാജയമാണ് ഇപ്പോൾ ഈ കിടന്ന് ഇവർക്ക് ഈ അങ്കലാപ്പും ഈ അരിശവും ദേഷ്യവും ഒക്കെ ആയിട്ട് ഇവർ കാണിക്കുന്ന വെപ്രാളങ്ങളൊക്കെ. അപ്പം എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. അതായത് നമ്മുടെ ഭരണഘടനയിൽ പ്രിയാമ്പിൾ എഴുതിയിരിക്കുന്ന സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നൊരു സംഭവമുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യയിലെ പൗരന്മാർക്ക് അവിടെ ഒരു ഈക്വാലിറ്റി നമുക്ക് വരണം. അതായത് എല്ലാ മേഖലകളിലും സാമ്പത്തികമായിട്ടും അവരുടെ ലൈഫ് സ്റ്റൈലിലും ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ സാമ്പത്തിക ഘടനയെ നമ്മൾ വിവിധമായ രീതിയിൽ ആക്കിക്കൊണ്ടാണ് ജനങ്ങളിലേക്ക് വികസനം എത്തിക്കുന്നത്. അല്ലാതെ നമ്മൾ കുറേ മെട്രോസ് പണിതിട്ട് അതിൻ്റെ അടിയിൽ പടുത കെട്ടി താമസിക്കുന്ന കുറേ ആളുകളുണ്ടായിട്ട് എങ്ങനെ രാജ്യത്തിന് വികസനം ഉണ്ടാകുന്നത്? പണ്ട് ട്രംപ് ഡൽഹിയിൽ വന്ന സമയത്ത് നരേന്ദ്രമോദി എന്താ ചെയ്തത്? ഒരു ചേരി മുഴുവൻ മറച്ചു കെട്ടി, അവരത് കാണാതിരിക്കുന്നതിന് വേണ്ടി. നമുക്ക് വേണ്ടത് ചേരികളല്ല, നമുക്ക് ജനങ്ങളിലെ വികസനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം തുടങ്ങി അവരുടെ ബേസിക് നീഡ്സൊക്കെ ഫുൾഫില്ല് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കണം നമുക്ക് വരുന്നത്. അത് ചെയ്യാൻ പറ്റാത്ത ഗവൺമെൻറ്റിനെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല, അവർ തള്ളിക്കളയും. അതാണ് ഇപ്പോൾ ഇവിടെ LDFന് സംഭവിക്കാൻ പോകുന്നത്. LDF സർക്കാരിനെ ജനങ്ങൾ തള്ളിക്കളയാൻ പോകുന്നൊരു ഒരു 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 ഇലക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ ചീത്ത പറഞ്ഞിട്ടോ ഇതിൻ്റെ അടി വന്ന് കുറേ ബഹളം വെച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ആളുകൾ മനസ്സിലാക്കട്ടെ. നമ്മൾ ചിന്തിക്കണം, രണ്ട് ടൈപ്പ് ആളുകളുണ്ട്. നിങ്ങളതിൽ ഏതാണ് നിങ്ങൾ ചിന്തിക്കുക? ഗവൺമെൻറ് ടാക്സ് കൊടുക്കുന്ന ആളുകളാണോ അതോ ഗവൺമെൻറ്റിന് ആനുകൂല്യം പറ്റുന്ന ആളുകളാണോ എന്ന് ചിന്തിക്കുക. എന്തായാലും നിങ്ങൾക്കും ഇത് രണ്ടിൽ പെടുന്ന ആളാണെങ്കിലും നമ്മളെല്ലാം ഈക്വലാണ്. കാരണം ഞാനൊരു ആനുകൂല്യം മേടിക്കുന്ന ആളാണെങ്കിൽ ഞാൻ അതിന് ഡിസർവാണ്, എനിക്ക് റൈറ്റ് ടു ലീവ്. അതായത് എനിക്ക് അർഹതപ്പെട്ടതാണ്, ഇവിടെ ജീവിക്കാൻ എനിക്ക് അർഹതപ്പെട്ട ഫണ്ടാണ്. ജനാധിപത്യ രാജ്യത്തെ അർഹതപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ മേടിക്കുന്നത്. അത് തരുന്നവരാരും ഔദാര്യമല്ല. നമ്മുടെ ആളുകളിൽ നിന്ന് തന്നെ പിരിച്ച് എടുത്തിരിക്കുന്ന ഫണ്ടിൻ്റെ ഒരു വിഹിതം നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് അടിമയോ വിധേയപ്പെടേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിധേയപ്പെടേണ്ടതായ കാര്യമൊന്നുമില്ല. ശരിയല്ല എന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാൻ തന്നെയാണ് ജനാധിപത്യ രാജ്യം. സർക്കാർ ശരിയല്ലെങ്കിൽ ജനങ്ങൾ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. ജനങ്ങൾ മാറ്റി വോട്ട് കുത്തും. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ടാക്സ് കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതിലും വലിയ ഹൈപ്പായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്കൊരു സോഴ്സ്, ഒരു ബിസിനസ് സോഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അതിൻ്റെ വരുമാനത്തിൽ ഇത്ര ശതമാനം നിയമപരമായിട്ട് നിങ്ങൾ ടാക്സ് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ്. മറ്റുള്ള ആളുകൾ ഞങ്ങൾ കിറ്റ് തന്നു, ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ വലിയൊരു സഹായമാണെന്ന് ചിന്തിച്ച് വോട്ട് കുത്തരുത്. നിങ്ങളെല്ലാം മനസ്സിലാക്കി എന്ത് ചെയ്യുക, നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി വേണം, എല്ലാം അറിഞ്ഞു വേണം വോട്ട്. അത് ആർക്കും വിധേയപ്പെട്ട് അല്ലെങ്കിൽ അവരുണ്ടെങ്കിൽ ഇത് സംഭവിക്കും. ഇത് ആര് മാറി ഭരിച്ചാലും, LDF ഭരിച്ചാലും UDF ഭരിച്ചാലും BJP ഭരിച്ചാലും നമ്മുടെ ഒരു സിസ്റ്റം ഇതാണ്. ഈ ഒരു ഡെവലപ്മെൻറ്റ് നമ്മളിലേക്ക് എത്തും. അതങ്ങനെ എത്തുന്ന ആളുകളെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഈ ഇലക്ഷനെ നിങ്ങൾ ഈ രീതിയിൽ കാണുക എന്നുള്ളത് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ.
കാണാം വീണ്ടും അടുത്ത വീഡിയോ. അതുവരേക്കും ബൈ ബൈ.